Hi children, welcome to LKLS Maths class. ഇന്ന് ചെയ്യാൻ പോകുന്നത് SSLC Chapter 1 Arithmetic Sequencesലെ പേജ് നമ്പർ 18ലെ 4th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ 4th question. In the statement shown here, the height of the first step is 10 centimeters and the height of each step after it is 17.5 centimeter. എന്താ അതിൻ്റെ മീനിങ്? ഇവിടെയാണ് നമ്മുടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റത്തെ ഹൈറ്റ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ സ്റ്റെപ്പിനും എത്ര വെച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? 17.5 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയില്ലേ? കണ്ടോ? ഹൈറ്റ് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ആഫ്റ്റർ ഇറ്റ് ഈസ് മീൻസ് ഇതിന് ശേഷം എത്ര വരുന്നത്? 17.5 സെൻറ്റിമീറ്റേഴ്സ് വെച്ചിട്ടാണ്. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി സം വൺ ക്ലൈംബിങ് അപ്പ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. എങ്ങനെയാണ് അതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ് സ്റ്റെപ്പിൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ ഇങ്ങോട്ട് പോകുന്തോറും 17.5 ആണെന്നാണ്. സോ ഇവിടെ നമ്മളത് ആൻസർ ചെയ്യാൻ നേരത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? ഹൈറ്റ് ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് എത്രയാണ്? 10. ദെൻ ഹൈറ്റ് ഓഫ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? 10 + 17.5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 27.5 സെൻറ്റിമീറ്റേഴ്സ് കിട്ടി. ഇനിയോ ഹൈറ്റ് ഓഫ് തേർഡ് സ്റ്റെപ്പ് എത്ര കിട്ടും? ഈ വരുന്ന ആൻസർ ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ആയപ്പോൾ എത്ര കിട്ടി? ആ ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്തപ്പോൾ 27.5 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി ആ 27.5ൻ്റെ കൂടെ എന്തും കൂടി ചേർക്കണം, 17.5 ആഡ് ചെയ്യണം. വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് 17.5 എന്നല്ല, ഈച്ച് സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും 17.5 ആണ്. സോ ഇതിൻ്റെ കൂടെ ഈ ആൻസർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 45 സെൻറ്റിമീറ്റർ. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഉണ്ടോ? 25.5 + 17.5. So 5 + 5 10, then balance 1, 7 + 7 14 + 1 15, then balance 1 2 + 1 3 + 1 4. ക്ലിയർ ആയില്ലേ? 45 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഹൈറ്റ് ഓഫ് ഫോർത്ത് സ്റ്റെപ്പ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ സ്റ്റെപ്പിൻ്റെ കൂടെ വീണ്ടും ഈ 45ൻ്റെ കൂടെ വീണ്ടും 17.5 ആഡ് ചെയ്യുക. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 62.5 കിട്ടും. ഇനി അതെങ്ങനെ ആഡ് ചെയ്യേണ്ടത്? അതായത് കണ്ടോ, 45 ഇട്ട് ഇവിടെ 2 0 ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പോയിൻ്റ് ഇട്ട് എന്നിട്ട് 17.5. കാരണം ഡെസിമൽ പാർട്ടൊക്കെ ഒരേ സൈഡിൽ വരണം. ഇനി നോക്കിയാൽ ഇവിടെ 0, ഇവിടെ 0 + 5 5, ദെൻ 5 + 7 = 12, ദെൻ ബാലൻസ് 1 4 + 1 5 + 1 62.50. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് 62.5 സെൻറ്റിമീറ്റർ എന്ന് എടുത്താൽ മതി. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് ഉണ്ടോ? ഹൈറ്റ് ഓഫ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എത്രയാണ്? ഇത് തന്നെ എടുക്കുക അല്ലേ. 62.5 + 17.5 വീണ്ടും ആഡ് ചെയ്യുക. സോ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 80 കിട്ടുന്നുണ്ടോ? 62.50ൻ്റെ കൂടെ 17.50 ആഡ് ചെയ്യുമ്പോൾ 0 5 + 5 10, ബാലൻസ് 1 ഹിയർ 10 7 + 3 + 2 അല്ലേ. 7 + 3 = 10, ദെൻ ബാലൻസ് 1 6 + 1 7 + 1 8. സോ 8. ക്ലിയർ ആയില്ലേ അത്? അപ്പോൾ അത് അത്ര ഉള്ളൂ കേട്ടോ അതിൻ്റെ ആൻസർ എന്ന് വരുന്നത്. എന്നിട്ട് ഇതിനെ സ്വീക്വൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം അല്ലേ. ഇതുപോലെ ഒരു മിനിറ്റ് കേട്ടോ. ഇവിടെ ഉണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദിസ് നമ്പേഴ്സ് ആസ് എ സ്വീക്വൻസ്. സോ നമ്മൾ എന്തെഴുതുക? ഈ കിട്ടിയ ആൻസർ എല്ലാം കൂടി 10, 27.5, 45, 62.5, 80. സോ ഇതാണ് നമ്മുടെ ഒരു സ്വീക്വൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? കണ്ടോ? ഈ ആൻസേഴ്സ് എല്ലാം കൂടെ എടുത്തെഴുതിയാൽ മതി. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഫിഫ്ത്ത് വൺ. ഇതും വളരെ എളുപ്പം തന്നെയാണ്. ഇൻ ദിസ് പിക്ചർ ദ പെർപെൻഡിക്കുലർസ് ടു ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. പ്രൂവ് ദാറ്റ് continuing like this the length of perpendiculars form an arithmetic sequence. See, കണ്ടോ? ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ. ഇതിനകത്തൊക്കെ എന്താ ഉള്ളത്? ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് പെർപെൻഡിക്കുലർ. കണ്ടോ? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോയിട്ട് അതിനെ ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് കോൾഡ് വാട്ട്? പെർപെൻഡിക്കുലർ ലൈൻസ്. ക്ലിയർ? ദെൻ വൺ മോർ തിങ് ഈസ് ഗിവൻ ഹിയർ. സേ ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. കണ്ടോ? ഇവിടെയൊക്കെ എന്താണ്? ഈക്വലായിട്ടാണ് സ്പേസ് ചെയ്തത്. കറക്റ്റ് മെഷർമെൻറ്റിലാണ് ഈ പെർപെൻഡിക്കുലർ ലൈൻസ് ഇവിടെ വെച്ചിട്ടുള്ളത്. ദെൻ വാട്ട്? പ്രൂവ് ദാറ്റ് ദ കണ്ടിന്യൂയിങ് ദിസ് the length of the perpendiculars form an arithmetic sequence. സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു arithmetic sequence ഫോം ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം കേട്ടോ. കണ്ടോ? ഇതാ ആ പിക്ചർ ഇവിടെ ഒന്ന് റഫായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ലൈൻ, ടെക്സ്റ്റ് ബുക്കിലെ ലൈൻ കണ്ടോ? അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതാക്കണ്ടോ? ഇങ്ങനെ കണക്ട് ചെയ്യുക. കണ്ടോ? അതുപോലെ ഇവിടെ
അതുപോലെ ഇവിടെ അങ്ങനെ ഓരോ സ്ഥലവും കണക്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ കണക്ട് ചെയ്തതാണ് ദാ ഈ കാണുന്നത്. കണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ പോകുന്ന എല്ലാം എന്താണ് ഈക്വൽ ആയിരിക്കും, കൃത്യം ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വരച്ച് നോക്കിയാൽ ഇവിടെ എല്ലാ പെർപെൻഡിക്കുലർ ലൈൻസിനും എന്ത് തന്നെയായിരിക്കും വരിക, എക്സ് തന്നെയായിരിക്കും അല്ലേ. അത് ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് എന്തായിരിക്കും, എക്സ് തന്നെയായിരിക്കും. അതുപോലെ അപ്പോൾ ഓക്കെ സോറി ഒരു കാര്യം പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് എന്തായിട്ട് എടുക്കാം, എക്സ് ആയിട്ട് എടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത്ര എല്ലാ ലൈൻസിൻ്റെയും എക്സ് തന്നെയായിരിക്കും. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കിത് ഇവിടെ നിന്ന് ഇത്രയുള്ളതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ വൈ ആയിട്ടാണ് എടുത്തത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഈക്വലാണ്, ഇതൊക്കെ ഈക്വലാന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വൈ തന്നെയായിരിക്കും ദാ ഇവിടെയും വരിക. ക്ലിയർ ആയില്ലേ? ഇതാ ഈ ഒരു ഡിസ്റ്റൻസിലും വരുന്ന എന്ത് തന്നെയായിരിക്കും, ഈ വൈ തന്നെയായിരിക്കും. ഇനി നോക്കി ഈ വൈ ഇതാ ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് നമുക്ക് നീട്ടി വിട്ട് കഴിഞ്ഞാൽ, ഞാൻ വരച്ച ഇത്തിരി സ്ലൈഡ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒരു വൈ കിട്ടും അല്ലേ, ഈ വൈ. അപ്പോൾ ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസുകളൊക്കെ എന്താണ്, വൈകളാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസിനെയൊക്കെ നമ്മൾ വൈ എന്നാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ എക്സ് തന്നെയായിരിക്കും. ഇവിടെ നിന്ന് ഇവിടം വരെ എക്സ്, ഇവിടെ നിന്ന് ഇവിടം വരെ എക്സ് ആയിരിക്കും, ഇവിടെ നിന്ന് ഇവിടം വരെ എക്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇത്രയും വൈ കൊടുത്താൽ ഇതിങ്ങനെ നീട്ടി വരച്ചാൽ ഇവിടെ വൈ ആയിരിക്കും, ഇവിടെ നിന്ന് ഇത്രയും വൈ ആയിരിക്കും, ഇവിടെ നിന്ന് ഇത്രയും വൈ ആയിരിക്കും. സെയിം തിങ് ഇവിടെ വൈ ആണ്. സോ ഇത് നീട്ടി വരച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയും വൈ ആയി. കണ്ടോ, പിന്നെ നമുക്കിനി ഈസി ആയിട്ട് എഴുതിക്കൂടെ, നമുക്ക് നോക്കാം. കണ്ടോ, ഹൈറ്റ് ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, എക്സ് ആണ്. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്, എക്സ് ആണ്. ഇനി ഹൈറ്റ് ഓഫ് സെക്കൻഡ്, ഈ രണ്ടാമത് പോണ ഈ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് എഴുതിയാലും മതി കേട്ടോ. സ്റ്റെപ്പ് പോലെയാണ്. ഓക്കെ, ഡിവിറ്റ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്ത് പറ്റി, ഇതാ ഇവിടെ എന്തുണ്ട്, എക്സ് ഉണ്ട്. ക്ലിയർ? ദെൻ സോ എക്സ് പ്ലസ് വൈ അല്ലേ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരിക. കണ്ടോ, ഇവിടെ നിന്ന് ഇത്രയും വരെയും വൈയും ഇവിടെ നിന്ന് ഇത്രയും വരെ എക്സ്. സോ എക്സ് പ്ലസ് വൈ ആയിരിക്കും അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. ഇനി എന്താണ് നമുക്ക് ഹൈറ്റ് ഓഫ് തേർഡ് സ്റ്റെപ്പ് അല്ലേ, ഈ തേർഡ് സ്റ്റെപ്പ് നോക്കുമ്പോൾ നോക്കിയതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. സോ ഇവിടെ നിന്ന് ഇവിടം വരെ എക്സ് ആണ്. ദെൻ ഇവിടെ നിന്ന് ഇവിടം വരെയും വൈ ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെയും വൈ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ. കണ്ടോ, എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്, എക്സ് പ്ലസ് ഈ രണ്ട് വൈകളും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടി, 2y. ക്ലിയർ? ദെൻ സീ ദ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ് വരിക, ഇതാണ് വരിക. കണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ എന്ത് തന്നെയാണ് ലെങ്ത്ത്, എക്സ് തന്നെയാണ് ഇവിടെ നിന്ന് ഇവിടം വരെ. ഇതിൻ്റെ കൂടെ ഇനി എന്തുണ്ട്, ഇവിടെ ഒരു വൈ ഉണ്ട്, ഇവിടെ ഒരു വൈ ഉണ്ട്, ഇവിടെ ഒരു വൈ ഉണ്ട്. സോ നമ്മൾ എത്ര വൈകളെ ആഡ് ചെയ്യണം, 3 വൈസ് ആഡ് ചെയ്യണം. കണ്ടോ, എക്സ് പ്ലസ് വൈ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫോർത്ത് സ്റ്റെപ്പിൽ എക്സ് പ്ലസ് വൈ. ക്ലിയർ? സോ എക്സ് പ്ലസ് എത്ര വൈകളാണ് ഇവിടെ ഉള്ളത്, 3 വൈ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കിയാൽ, ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൻ്റെയും ചെയ്യാം കേട്ടോ. അങ്ങോട്ട് ഇല്ല, എന്നാലും ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട്. കണ്ടോ, എത്ര വൈ വരും അവിടെ, 4 വൈകളായിരിക്കും വരിക. അപ്പോൾ എക്സ് പ്ലസ് 4 വൈ. ക്ലിയർ ആയല്ലോ? ഇത്രയും വരിക. അപ്പോൾ നമുക്ക് അതിനൊന്ന് സീക്വൻസ് ആയിട്ട് എടുത്തെഴുതാം. ദാ എക്സ് കോമ പിന്നെ എന്താ എഴുതേണ്ടത്, എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് 2y, എക്സ് പ്ലസ് 3y, എക്സ് പ്ലസ് 4y. ക്ലിയർ ആയില്ലേ? ആൻസർ എങ്ങനെ കണ്ടെത്തുന്നതെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ പാടായിട്ട് തോന്നുമല്ലേ, പക്ഷേ ഒന്നുമില്ല കേട്ടോ. വേഗത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഓക്കെ ആണല്ലോ. സോ ഇതൊന്ന് നോക്കുക. കണ്ടോ, ഈ എക്സിൻ്റെ കൂടെ ഒരു വൈ ഇവിടെ കൂടി. ഇനി ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. സോ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു വൈ കൂടി. ഇവിടെ വന്നപ്പോൾ 2 വൈസ് ഇവിടെ കൂടി, ഇവിടെ വന്നപ്പോൾ 3 വൈ ആയി, ഇവിടെ വന്നപ്പോൾ 4 വൈ ആയി. സോ ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിങ്ങനെ പോകും. അപ്പോൾ നമുക്കിത് പറഞ്ഞുകൂടെ, ഇതെന്താണെന്ന് ഇതിൽ നോക്കിയാൽ തന്നെ അറിയാലേ, 1 ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട് വൈകളിൽ. സോ നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ, ഇറ്റ് ഫോംസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ക്ലിയർ? ഓക്കെ, വീഡിയോ കണ്ട കുട്ടികളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറെല്ലാം ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.